കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടിന് യാതൊരു കുറവുമില്ല. 9-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. ഇതിനിടയിൽ പരാജയ ഭീതിയിലായ CPM ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. CPM കണ്ണൂരിലുടനീളം വലിയ രീതിയിലുള്ള അട്ടിമറി നീക്കങ്ങൾ നടത്തുകയാണ് എന്ന വലിയ വെളിപ്പെടുത്തലുമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് KC വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഈ ആരോപണത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ്. ഏറെ ഗുരുതരമായ ആരോപണമാണ് CPM-നെതിരെ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞത്. പയ്യന്നൂരിൽ CPM പ്രവർത്തകർ CPM ഓഫീസിന്റെ 2ാമത്തെ നിലയിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നു എന്ന ആരോപണമാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉറപ്പായതോടെയാണ് CPM ഉന്നത നേതൃത്വത്തിന്റെ പിന്തുണയോടെ ഇത്തരത്തിലുള്ള വ്യാജ ആധാർ കാർഡ് നിർമ്മാണം നടത്തുന്നത് എന്നും ഇത് വെച്ച് കള്ള വോട്ടുകൾ വ്യാപകമായി കണ്ണൂരിൽ ചെയ്യാനുള്ള നീക്കമാണ് CPM നടത്തുന്നത് എന്നുമാണ് KC വേണുഗോപാൽ പറഞ്ഞത്. കണ്ണൂരിൽ CPM-ന് അടി പതറിക്കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഉടനീളം CPM-ന് വലിയൊരു തിരിച്ചടിയാകുമെന്ന ബോധ്യം CPM-നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് CPM-നെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. CPM-നും പിണറായി വിജയനും ഏത് രീതിയിലും പിടിച്ചു നിന്നാൽ മാത്രമേ അവർക്ക് CPM-ന് മൊത്തത്തിൽ ഒരു അഭിമാനം സംരക്ഷിക്കാൻ കഴിയുള്ളൂ. വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് CPM-ന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ വോട്ട് കുറഞ്ഞാൽ അത് വലിയ രീതിയിൽ CPM-ന് തിരിച്ചടിയാകും. തിരിച്ച് കരകയറി വരാൻ കഴിയാത്ത വിധം CPM-നെ അത് തളർത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് CPM കണ്ണൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്യാനുള്ള നീക്കം നടത്തുന്നത് എന്ന് KC വേണുഗോപാൽ തുറന്നടിക്കുകയാണ്. CPM പഴയ ചില തന്ത്രങ്ങൾ ഇപ്പോൾ പൊടി തട്ടിയെടുക്കുന്നതിന്റെ തെളിവാണ് പയ്യന്നൂരിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നും പുറത്തു വരുന്നത് എന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത്. വ്യാജ ആധാർ കാർഡ് നിർമ്മാണം നടത്തി അതുവഴി കണ്ണൂരിൽ ഉടനീളം വ്യാജ വോട്ടുകൾ ചേർക്കാൻ ശ്രമിക്കുകയാണ്. അത്തരം വ്യാജ വോട്ടുകൾ ചേർത്തുകൊണ്ട് വിജയം സാധ്യമാക്കാമെന്നാണ് CPM കരുതുന്നത്. എന്നാൽ കോൺഗ്രസ് അത് കയ്യോടെ പിടികൂടുകയും ചെയ്തു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് KC വേണുഗോപാൽ തന്നെ അത് തെളിവ് സഹിതം വെളിച്ചത്ത് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ നടപടി എടുക്കുമെന്ന സൂചനകൾ പുറത്തേക്ക് വരികയാണ്. ഇത് CPM-ന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കണ്ണൂരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്.